മ്ലേച്ഛഭാവം മ്ലേച്ഛഭാവം വരുമ്പോൾ ഒരു അപകടമുണ്ട്. ആണായാലും പെണ്ണായാലും ആരായാലും കൊള്ളാം. മ്ലേച്ഛഭാവം കയറി പിടിച്ച പിന്നെ ഒരു പ്രശ്നമുണ്ട്. ദൈവത്തെ കാണാൻ പറ്റില്ല. ആരിലും ദൈവത്തെ കാണാൻ പറ്റില്ല. ആരിലും കാണാൻ പറ്റില്ല. അതാണ് ഇവിടെ ഇവള് ഈശോട് പറയുന്നത്. ഇവിടെ പൊത്തിഫർ അതുകൊണ്ടാണ് ഇങ്ങനെ തിന്മയിലേക്ക് വരുന്നത്. അവിടെ നിന്ന് പിന്നെ അവസാനം ദൈവനെ രക്ഷപ്പെടുത്തി. നോക്കി, അവൻ ആ തെറ്റിന് സമ്മതിക്കാതെ വന്നപ്പോൾ അവളും ഭയങ്കര കള്ളം പറയും. ഇപ്പോൾ ഈ ജഡികപാപമുള്ള പ്രത്യേകത, പച്ച കള്ളം. ആരെ കുരിശ് തറയ്ക്കാൻ യാതൊരു കുഴപ്പമില്ല, ആരെ നശിപ്പിക്കുന്നതിന് കുഴപ്പമില്ല, ചതിക്കുന്നതിന് കുഴപ്പമില്ല. ചതിയാണിത്. മൊത്തം ഈ ജഡികപാപം തലയിരിക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ട് അവർക്ക് നന്നായിട്ട് ചതിക്കാൻ അറിയാം. യോസഫിനെ ജയിലിലടപ്പിച്ചു. പക്ഷെ ദൈവം ജോസഫിനെ ജയിലടച്ചതല്ലത്, ദൈവം ജോസഫിനെ രക്ഷപ്പെടുത്തിയതാണ്. അവനെ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവനെ ദൈവം അതിനുള്ള സാഹചര്യത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോകാം. അവൻ്റെ വിശുദ്ധിയെ തൊടാൻ ആരെയും ദൈവം അനുവദിക്കില്ല. അതുകൊണ്ടാണ് ദൈവം അവനെ ജയിലിൽ അടപ്പിക്കുന്നത്. അവൻ്റെ വിശുദ്ധി കളയാൻ ദൈവം സമ്മതിക്കില്ല. നമുക്കുണ്ടാകുന്ന പലതും, നമുക്ക് ജോസഫിനെ ജയിലടച്ചല്ലത്, ദൈവം കൃപ കൊടുത്തു. അവിടെ ചില അനുഭവങ്ങൾ ചിലർക്കുണ്ടാകുമ്പോൾ അവർ രക്ഷപ്പെട്ടു പോകുന്നത് പാപത്തിൽ നിന്നാണ്.